ഓണമിങ്ങെത്തും മുന്നേ കൊല്ലത്ത് ഓണക്കളികൾക്ക് തുടക്കമായി. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിന്റെ കളിമുറ്റമാണ് മറഞ്ഞു തുടങ്ങിയ നാടൻ കളികൾക്ക് വേദിയായത്. ഈ കളി എന്ന് വെച്ചാ നമ്മളെ ഇതിനെ ചുറ്റും ഓടും. അപ്പോഴേക്കും ഈ കമ്പ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാ അവരടിച്ചാ അവർക്ക് മാർക്ക്, അവരടിക്കാതിരുന്ന് നമ്മൾ ഈ വര കഴിഞ്ഞാൽ നമുക്ക് മാർക്ക്. ഇനി ചക്കുകളി. ഒരിടത്ത് ഗോലികളി, മറ്റൊരിടത്ത് കല്ലുകളി, ഓടും പന്തും കുട്ടിയും കോലും വേറെ, ഇങ്ങനെ 10ഓളം നാടൻ കളികൾ. പ്രകാശ് കലാകേന്ദ്രം 67ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇക്കുറി ഇങ്ങനെയാണ്. സാധാരണ രീതിയിൽ ഞങ്ങൾ ഗെയിംസ് മത്സരങ്ങൾ, ക്യാരംസും ഷട്ടിലും അങ്ങനെയുള്ള മത്സരങ്ങളായിരുന്നു നടത്തി വന്നിരുന്നത്. കൊച്ചുകുട്ടികൾ ഈ അവധി ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിരുന്നിട്ട് ഗോലികളി അങ്ങനെയുള്ള പഴയ കളികൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം. എന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മകളിലുള്ള കുറേയേറെ നാടൻ കളികളുണ്ട്. അപ്പം നമ്മളത് അവരെ അഭ്യസിപ്പിക്കുകയും ഇവിടെ ഇപ്പോൾ കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവരും പ്രായമായവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവിടെ കളികൾ നടത്തുന്നത്. അങ്ങനെ ഒരു ഓർമ്മയുടെ ഒരു ഉത്സവം ഇവിടെ സൃഷ്ടിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. നീരാവിൽ വാരിയേഴ്സ്, അഷ്ടമുടി ഗോട്ട്, കലാകേന്ദ്രം ലെജൻഡ്സ്, ഐപ്പുഴ റോയൽസ്, കുട്ടികളും വനിതകളും പുരുഷന്മാരും അടങ്ങുന്ന 20 പേരുള്ള ഈ ടീമുകളാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. നീരാവിന്റെ പഴയ പേരായ ഐപ്പുഴയെ ഓർമ്മപ്പെടുത്തി ഐപ്പുഴ കാർണിവൽ എന്ന പേരിലായിരുന്നു മത്സരം. ഫുട്ബോളും ഫുട്സാലുമൊക്കെയായി മത്സരങ്ങൾ തുടരും. നാടൻ കളികളൊക്കെ മറന്നു തുടങ്ങുന്ന പുതുതലമുറയ്ക്ക് നാട്ടിൻപുറങ്ങളിലെ ആ കളികളൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നൽകുകയാണ് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം.